ഖുർആൻ ഒരു വിഭാഗത്തെ അങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ട്. വമിനന്നാസി മൻ യഅബുദുല്ലാഹ അലാ ഹർഫ് ഫഇൻ അസാബഹു ഖൈറുൻ ഇത്മഅന്ന ബിഹി വഇൻ അസാബതുഹു ഫിത്നതുൻ ഇൻഖലബ അലാ വജ്ഹി ഖസിറ ദുനിയ വൽ ആഖിറ. മനുഷ്യരിൽ ഒരു വിഭാഗമുണ്ട്, യഅബുദുല്ലാഹ അലാ ഹർഫിൻ, ഒരു സൈഡിൽ നിന്ന് ഒരു ഓരം പറ്റി അല്ലാഹുവിന് ഇബാദത്ത് എടുക്കുന്നവർ. എങ്ങനെയാണ് അവർ ഇബാദത്ത്? ഫൈൻ അസാബഹു ഖൈറുൻ ഇത്മഅന്ന ബിഹി, നല്ല ഐശ്വര്യവും നല്ല ആരോഗ്യവും നല്ല തൃപ്തിയും ഒരു ടെൻഷനും ഒരു വിഷമവും ഒരു പ്രശ്നവും ഒരു പരാതിയും ഇല്ലെങ്കിൽ അവരെ ഇബാദത്തിനും കാര്യങ്ങളിലും ഒക്കെ ഉഷാറാണ്, മുന്നോട്ടാണ്. വൈൻ അസാബത്തുഹു ഫിത്നതുൻ ഇൻഖലബ അലാ വജ്ഹി, എന്തെങ്കിലും ഒരു പരീക്ഷണം വന്നാൽ അവർ മുഖം തിരിച്ചു പോകും, പിന്നെ അവരെ ഒരു സംഗതിക്കും കാണൂല. അപ്പൊ അവരെ മനസ്ഥിതി എന്താ? നമ്മളെ കാര്യം ശരിയാകട്ടെ, എന്നിട്ട് പടച്ചോന്റെ കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് പരീക്ഷണ ഘട്ടം നൽകിയാലും തരണം ചെയ്ത് അള്ളാഹുവിന് നമ്മുടെ ശരീരം സമർപ്പിക്കണം. നമ്മുടെ ശരീരത്തിന്റെ മേൽ ഒരു അധികാരവും ഒരു അവകാശവും നമുക്കില്ല. ഈ ശരീരം നിയന്ത്രിക്കാനുള്ള പൂർണ്ണ അധികാരം അള്ളാഹുവിനാണ്. ഉടമസ്ഥനും അവനാണ്. അവൻ തന്ന അനുഗ്രഹങ്ങൾക്ക് ഒരു അനുഗ്രഹത്തിന് ഒരൊറ്റ ഒന്നിന് കടപിടിക്കുന്ന ശുക്ർ ചെയ്യാൻ നമ്മെ കൊണ്ട് കഴിയില്ല. ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് ചൊരിഞ്ഞു തന്നു. അതിന് നിലനിർത്തേണ്ട ശുക്റാണ് നിസ്കാരം. അത് ഫസ്വല്ലി റബ്ബിക, റബ്ബിന് വേണ്ടിയുള്ള നിസ്കാരം നിർവഹിക്കണം. അവിടെ റബ്ബിന് വേണ്ടി നിസ്കാരം നിർവഹിക്കണം എന്ന് പറഞ്ഞിടത്ത് ബഹുമാനപ്പെട്ട ഖുർആൻ പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞു, ലി റബ്ബിക എന്ന് അല്ലാഹു തആല ഈ സൂറത്തിൽ പറഞ്ഞത് റബ്ബിന് വേണ്ടിയുള്ള നിസ്കാരം. അല്ലാത്ത നിസ്കാരം ഉണ്ടോ? റബ്ബിന് വേണ്ടി അല്ലാത്ത നിസ്കാരം ഉണ്ട്. അല്ലാത്ത നിസ്കാരമുണ്ട്. ഷർത്തും ഫർളും സുന്നത്തൊന്നും നേർക്ക് വെക്കാത്ത നിസ്കാരം അതാർക്കോ വേണ്ടിയുള്ള നിസ്കാരമാണ്. റബ്ബിന് വേണ്ടിയാകണം നിസ്കാരം. നല്ല ശ്രദ്ധയോടുകൂടി നിസ്കരിക്കണം നിസ്കാരം. നിസ്കാരം സഹോദരങ്ങളെ കടമ നിർവഹിക്കാൻ വേണ്ടി മാത്രമാകരുത്. നിസ്കരിച്ചു എന്ന് മറ്റൊരാൾ പറയാൻ വേണ്ടിയുള്ള നിസ്കാരമാകരുത്. നിസ്കാരത്തിലാണ് ഏറ്റവും അധികം ശ്രദ്ധ വേണ്ടത്, സൂക്ഷ്മത വേണ്ടത്.